ഇന്ന് ഇത് സംഭവിക്കും. അതായത് എന്തൊക്കെ സംഭവവികാസങ്ങളാണ് വാർത്താലോകത്ത് ഇന്ന് നടക്കുക? സംസ്ഥാനത്തെ ഇന്നത്തെ പ്രധാന പരിപാടികളിലേക്ക്. കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ കാട്ടാന ചവിട്ടിക്കുന്ന ഇൽദോസിന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം സ്ഥലത്ത് നിന്ന് വിട്ടുകൊടുത്തത്. ഇന്ന് കോതമംഗലത്തും കുട്ടമ്പുഴയിലും ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിലാണ് പ്രതിഷേധം. പ്രദേശത്ത് ട്രഞ്ച് നിർമ്മാണം ഇന്ന് തുടങ്ങുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അതും അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന സംഭവവികാസം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഇന്ന് ലോക്സഭയിൽ വരുന്നു എന്നുള്ളതാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാളാണ് ബില്ല് അവതരിപ്പിക്കുക. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചാണ് ബില്ല് അവതരിപ്പിക്കുക. ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാനാണ് ആലോചന. തെരഞ്ഞെടുപ്പ് വിശകലനത്തിനായി UDFന്റെ ഏകോപന സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിൽ യോഗം ചേരുക. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും വിലയിരുത്തും. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ KPCC അധ്യക്ഷന്റെ സാന്നിധ്യം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതും ഏറെ പ്രധാനമാണ്. ശബരിമല റെയിൽപാത, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ശബരിമല റെയിൽപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇന്ന് നിർണായക ചർച്ചയുണ്ട്. മുഖ്യമന്ത്രിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. പദ്ധതി നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട ത്രികക്ഷി കരാർ ചർച്ചകളാണ് നടക്കുക. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്ന് തുടങ്ങും. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടിയുടെ നേതൃത്വത്തിലാണ് യോഗം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും FIR രജിസ്റ്റർ ചെയ്യുന്നത്. പനയമ്പാടം അപകടം 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയത് കേരളീയ മനസാക്ഷിയിൽ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണ്. അത് ഒപ്പം പത്തനംതിട്ട മുറിഞ്ഞുകല്ലിലെ അപകടം, നമുക്കറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ വിശദീകരണം നൽകുമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ അപകടങ്ങൾ ഉണ്ടായത് എന്നാണ് സർക്കാർ അറിയിക്കേണ്ടത്. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസുകൾ പരിഗണിക്കുക. ഒപ്പം ഗതാഗത മന്ത്രി വിളിച്ച വളരെ നിർണായകമായ ഒരു യോഗം കൂടി ഇന്ന് ചേരുന്നുണ്ട്. യോഗം തുടർച്ചയായ വാഹന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിന്റെ ഭാഗമാണ്. മലപ്പുറം അരീക്കോട് SAG ക്യാമ്പിലെ കമാൻഡർ വിനീത് ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണ സംഘം ഇന്ന് മൊഴിയെടുക്കുന്നുണ്ട്. ക്യാമ്പിലെത്തി ദൃക്സാക്ഷികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ക്യാമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചും ഇന്ന് ഉണ്ടാകും. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ മാർച്ച് ഇന്നാണ്. തെക്കൻ ജില്ലകളിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച്. തിരുവനന്തപുരത്ത് VD സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ അന്തരിച്ച PP മാധവന്റെ സംസ്കാരം ഇന്നാണ്. സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. തൃശൂർ ചെറുശ്ശേരിയിലെ വീട്ടിൽ ഇന്ന് രാവിലെ 11 മണിക്കാണ് സംസ്കാരം. ചടങ്ങിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്.